നമസ്കാരം. കേരളക്കരെ ഒന്നാകെ ഉറ്റുനോക്കിയ ഒരു കേസ് തന്നെയായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം. 2017 ഫെബ്രുവരി 17-നാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ നടി ആക്രമിക്കപ്പെട്ടത്. കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേൾക്കുന്നത്. പിന്നാലെ നടന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയത് വലിയ വാർത്തയായിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. വിധി വന്നതിന് പിന്നാലെ വലിയ ആഹ്ലാദമാണ് ദിലീപ് പ്രകടിപ്പിച്ചത്. ഈ കേസിൽ തനിക്കെതിരെയാണ് യഥാർത്ഥ ഗൂഢാലോചന നടന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും നടി ആക്രമിക്കപ്പെട്ട കേസിൽ വലിയ രീതിയിലുള്ള ചർച്ചയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ സർക്കാർ ഉടൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് അഭിഭാഷക ടി വി മിനി പറഞ്ഞിരുന്നു. താൻ പല കാര്യങ്ങളും തുറന്നു പറയുമെന്നും എന്നാൽ ഈ അപ്പീൽ പോകുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത് പറയാൻ സാധിക്കില്ലെന്നും ടി വി മിനി പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ നടി ആക്രമിച്ച കേസിലെ വിധി ദിലീപിനെ വെറുതെ വിടാൻ വേണ്ടിയുള്ളതാണെന്ന് പ്രോസിക്യൂഷൻ ഡിജിയുടെ നിയമോപദേശം ആണ് പുറത്തു വന്നിരിക്കുന്നത്. വിചാരണ കോടതിക്കും വിധി പുറപ്പെടുവിച്ച ജഡ്ജിക്കുമെതിരെ ഗുരുതര പരാമർശങ്ങളാണ് പ്രോസിക്യൂഷൻ ഡിജിയുടെ നിയമോപദേശത്തിലുള്ളത്. നിയമോപദേശത്തിന്റെ പകർപ്പ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ വിശദമായ കുറിപ്പ് അടക്കമുള്ള നിയമോപദേശത്തിന്റെ പകർപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. നടി ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് ചോർന്ന കേസിൽ സംശയനിഴലിലായ വിചാരണ കോടതി ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ലെന്നും നിയമോപദേശത്തിൽ പറയുന്നു. കേസിലെ 8ാം പ്രതിയായിരുന്നു നടൻ ദിലീപ്. ദിലീപ് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് കൊട്ടേഷൻ ബലാത്സംഗം നടന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. എന്നാൽ തെളിവില്ല എന്ന് ചൂണ്ടിക്കാട്ടി കോടതി ദിലീപിനെ വെറുതെ വിടുകയായിരുന്നു. എന്തായാലും ദിലീപിനെതിരെ ഗൗരവമേറിയ നിരവധി തെളിവുകൾ സമർപ്പിച്ചിട്ടും എല്ലാം പക്ഷപാതത്തോടെ കോടതി തള്ളിക്കളഞ്ഞുവെന്നാണ് നിയമോപദേശത്തിൽ പറയുന്നത്. വിചാരണ കോടതി ജഡ്ജി വിവേചനപരമായി പെരുമാറിയെന്നും തെളിവുകൾ പരിശോധിക്കാൻ കോടതി 2 തരം സമീപനം സ്വീകരിച്ചുവെന്നും നിയമോപദേശത്തിൽ പറയുന്നു. 1 മുതൽ 6 വരെ പ്രതികൾക്കെതിരെ അംഗീകരിച്ച തെളിവുകൾ പോലും ദിലീപിനെതിരെ അംഗീകരിച്ചില്ല എന്നും തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നെന്ന് തെളിഞ്ഞ ദിലീപിന്റെ അഭിഭാഷകരെ തുടരാൻ അനുവദിച്ചുവെന്നും പ്രോസിക്യൂഷൻ ഡിജി ആരോപിക്കുന്നു. അവരുടെ പ്രവൃത്തി അനുമോദിക്കുന്ന തരത്തിലാണ് വിധിയിലെ പരാമർശങ്ങൾ. ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദിലീപിനെ കുറ്റമുക്തനാക്കിയത്. എന്നാൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ശക്തമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നും മേൽക്കോടതിയിൽ ഇത് തെളിയിക്കാൻ കഴിയുമെന്നുമാണ് പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും പറയുന്നത്. വിധിയിലെ സാങ്കേതികവും നിയമപരവുമായ പിഴവുകൾ അപ്പീലിൽ ചൂണ്ടിക്കാട്ടാനാണ് പ്രോസിക്യൂഷൻ തയ്യാറെടുക്കുന്നത്. ദിലീപും പൾസസുനിയും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന ഡിജിറ്റൽ തെളിവുകളും സാക്ഷിമൊഴികളും വിചാരണ കോടതി പരിഗണിച്ചില്ല. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത് ഉൾപ്പെടെയുള്ള സാങ്കേതിക വിവരങ്ങളും ബാലചന്ദ്രകുമാർ ഹാജരാക്കിയ ശബ്ദരേഖകളും പുനഃപരിശോധിക്കണമെന്ന ആവശ്യം പ്രോസിക്യൂഷൻ ഉന്നയിക്കും. വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയതാണ്. അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ സർക്കാർ അപ്പീൽ നൽകുമെന്നാണ് വിവരം. കേസിൽ പൾസസുനി ഉൾപ്പെടെയുള്ള 6 പ്രതികൾക്ക് 20 വർഷം കഠിന തടവ് വിധിച്ചിരുന്നു. എന്തായാലും നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആദ്യമായി പ്രതികരിച്ച് അതിജീവിത രംഗത്തെത്തിയതും വലിയ രീതിയിൽ വാർത്തയായിരുന്നു. കോടതിയിൽ നിന്നും തനിക്ക് പൂർണ്ണമായ നീതി ലഭിച്ചില്ലെന്നും ജഡ്ജി പക്ഷാപാതപരമായ സമീപനം സ്വീകരിച്ചെന്ന് അതിജീവിത പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കി. 8 വർഷം 9 മാസം 23 ദിവസങ്ങൾ. ഏറ്റവും വേദനാജനകമായ ഈ യാത്രയുടെ അവസാനമെന്നോണം വെളിച്ചത്തിന്റെ നേരിയ കണിക ഞാൻ കാണുന്നു. പ്രതികളിൽ 6 പേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ വേദനകളെ നുണയെന്നും ഈ കേസ് കെട്ടിച്ചമച്ച കഥയെന്നും പരിഹസിച്ചവർക്കായി ഞാൻ ഈ വിധിയെ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ അല്പം ആശ്വാസം കിട്ടുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ 1ാം പ്രതി എന്റെ പേഴ്സണൽ ഡ്രൈവർ ആയിരുന്നെന്ന് ഇപ്പോഴും പറയുന്നവരോട് അത് ശുദ്ധമായ നുണയാണ്. അയാൾ എന്റെ ഡ്രൈവറോ എന്റെ ജീവനക്കാരനോ എനിക്ക് ഏതെങ്കിലും രീതിയിൽ പരിചയമുള്ള വ്യക്തിയോ അല്ല. ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊഡക്ഷനിൽ നിന്നും നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമാണ്. ഈ ക്രൈം നടക്കുന്നതിന് മുമ്പ് 1 or 2 തവണ മാത്രമാണ് ഞാൻ അയാളെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ദയവായി നിങ്ങൾ അഭിരുചിക്കനുസരിച്ചുള്ള കഥകൾ പറയുന്നത് നിർത്തുമെന്ന് കരുതുന്നു. ഈ വിധി പലരെയും ഒരുപക്ഷെ നിരാശപ്പെടുത്തിയിരിക്കാം. എന്നാൽ എനിക്കതിൽ അത്ഭുതമില്ല. 2020 അവസാനം തന്നെ ചില അന്യായമായ നീക്കങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു. കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ കേസ് അതുവരെ കൈകാര്യം ചെയ്ത് വന്ന രീതിയിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നുവെന്ന് പ്രോസിക്യൂഷന് മനസ്സിലായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എനിക്ക് ഈ കോടതിയിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു. ഈ പ്രസ്തുത ജഡ്ജിൽ നിന്നും ഈ കേസ് മാറ്റണമെന്നുള്ള എന്റെ എല്ലാ ഹർജികളും നിഷേധിക്കുകയായിരുന്നു. നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു. നിയമത്തിന്റെ മുന്നിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല. തിരിച്ചറിവ് നൽകിയതിന് നന്ദി. ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഈ യാത്രയിൽ അത്രയും കൂടെ നിന്ന മനുഷ്യത്വമുള്ള സകല മനുഷ്യരെയും ഞാൻ നന്ദിയോടെ ചേർത്ത് പിടിക്കുന്നു. അതുപോലെ അധിക്ഷേപകരമായ കമന്റുകളും പണം വാങ്ങിയുള്ള നുണക്കഥകളും ഉപയോഗിച്ച് എന്നെ ആക്രമിക്കുന്നവരോട് നിങ്ങൾ അത് തുടരുക. അതിനാണ് നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നത്. ഈ ട്രയൽ കോടതിയിൽ എനിക്ക് വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമായ കാര്യങ്ങൾ ഈ കേസിൽ എന്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കെ അനധികൃതമായി 3 തവണ തുറന്നുവെന്നും പരിശോധിച്ചുവെന്നും കണ്ടെത്തി. ഈ കേസിൽ ഏറ്റവും ആദ്യം എത്തിയ 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിലെ അന്തരീക്ഷം പ്രോസിക്യൂഷനോട് ശത്രുതാപരമായി പെരുമാറുന്നതായി വ്യക്തമാക്കി രാജിവെച്ചു. അവർ ഇരുവരും എന്നോട് പറഞ്ഞത് ഈ കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ്.
അവർക്ക് ഈ കോടതിയിൽ പക്ഷാപാതമുണ്ടെന്ന തോന്നൽ ഉറപ്പായതിനാലാണിത്. മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ഞാൻ പലതവണ ആവശ്യപ്പെട്ടു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നൽകിയിരുന്നില്ല. പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മാത്രമാണ് നൽകപ്പെട്ടത്. ഞാൻ ന്യായമായ വിചാരണയ്ക്കായി ജഡ്ജിയെ മാറ്റണമെന്ന ആവശ്യവുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ പ്രതിഭാഗം ഇതേ ജഡ്ജി തന്നെ ഈ കേസ് തുടർന്നും പരിഗണിക്കണമെന്ന ആവശ്യവുമായി കക്ഷി ചേർന്നു. ഇതെന്റെ സംശയങ്ങൾക്ക് ബലം നൽകുന്നതായിരുന്നുവെന്നാണ് അതിജീവിത കുറിച്ചിരുന്നത്. അതേസമയം തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ സർക്കാർ ഉടൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നാണ് അഭിഭാഷക ടി ബി മിനി അറിയിച്ചത്. താൻ പല കാര്യങ്ങളും തുറന്നു പറയും. എന്നാൽ ഈ അപ്പീൽ പോകുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത് പറയാൻ സാധിക്കില്ല. ദിലീപ് കേസിൽ നീതിയുക്തമായിട്ടാണോ കോടതി സമീപിച്ചത് എന്നതാണ് അപ്പീലിൽ തങ്ങൾ പ്രധാനമായും ഉന്നയിക്കുകയെന്നും ടി ബി മിനി പറഞ്ഞു. അന്നും ഇന്നും ദിലീപിനെതിരെ ധാരാളം തെളിവുകൾ ഉണ്ടെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. എന്റെ അയൽപ്പക്കത്തെ ഒരാൾ അന്ന് വിധി പറഞ്ഞതിനു ശേഷം വീട്ടിലെത്തിയപ്പോൾ എന്നോട് ചോദിച്ചു, എടോ കൊട്ടയിൽ തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താണ് തെളിവില്ലാതെ ആയത് എന്ന്. പ്രതിയെ വെറുതെ വിടുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാക്കിയെന്ന്. അന്ന് മുതൽ ഇന്ന് വരെയും എയറിൽ നിന്ന് താഴേക്ക് വരാത്ത ഒരാളാണ് ഞാൻ. ദിലീപിന്റെ ആൾക്കാരും സംഘടിതമായ രീതിയിൽ ഏതാണ്ട് 250ഓളം ചാനലുകൾ വെച്ച് ഞാൻ പറഞ്ഞതോ പറയാത്തതോ അല്ലെങ്കിൽ പറഞ്ഞ സെന്റൻസുകളുടെ ഇടയിലോ വാചകങ്ങളെയൊക്കെ എടുത്ത് പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് എന്നാണ് ടി ബി മിനി പറഞ്ഞത്.